കല്യാണമേളം ലുലു സാരീസ് കണ്ണൂർ തലശ്ശേരി കുറ്റിയാടി. കാലിക്കറ്റ് സർവകലാശാല ഡബ്കി ഡയാലി ബിസോൺ കലോത്സവം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് മൂന്നാം ദിനമായ ദിവസത്തിൽ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൽ നമുക്ക് വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രശസ്ത സിനിമാ താരവും അതേപോലെ തന്നെ ജനപ്രിയ നായകനുമായ ബഹുമാനപ്പെട്ട ആസിഫ് അലി സാറാണ്. അദ്ദേഹം നമ്മളോട് ഈ കലോത്സവത്തിന് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് അനുഭവങ്ങൾ പങ്കുവെക്കാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കയറി വന്നപ്പോൾ തന്നെയുള്ളൊരു ആവേശമാണ് ഇവിടെ കണ്ടത്. അത്രയും പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഇതിൻ്റെ ഇപ്പം കോഴിക്കോട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കലാകാരന്മാർക്ക് എത്രത്തോളം പ്രിവിലേജ് ഉള്ള അല്ലെ എത്രത്തോളം കലാകാരന്മാരുള്ളൊരു സ്ഥലമാണെന്ന് അറിയാം. അപ്പോൾ അവിടുത്തെ ഒരു കലോത്സവം എന്ന് പറയുമ്പോൾ ശരിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ സ്റ്റേജിൽ ഓൾറെഡി കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും പുറത്ത് നടക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമാക്കാൻ പറ്റിയൊരു സന്തോഷമുണ്ട്. കാര്യം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒന്നും ഒരിടത്ത് യാതൊരുവിധ ആക്ടിവിറ്റീസിലും പങ്കെടുക്കാത്ത ഒരാളായിരുന്നു. ഈ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിൻ്റെ സമാപന ചടങ്ങിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ശരിക്കും ഇതൊക്കെയാണ് ഞാൻ പേഴ്സണലി ഒരുപാട് സന്തോഷിക്കുന്നത്. കാര്യം കലോത്സവത്തിൻ്റെ വേദിയിൽ എത്താൻ പറ്റുന്നതും അവിടെ ഈ പാർട്ടിസിപ്പൻസിൻ്റെ കൂടെ സമയം പങ്കിടാൻ പറ്റുന്നതും ഒക്കെ വലിയൊരു അംഗീകാരമാണ്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യുന്ന ഈ ചടങ്ങിൽ ബഹുമാനായ അതിഥിയായിട്ട് നമുക്കിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആസിഫ് അലി സാറാണ്. തീർച്ചയായും അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നത് ഇതൊരു പുത്തൻ അനുഭവം തന്നെയാണെന്നാണ്. മുൻപ് ഇതേപോലെ കലോത്സവ വേദികളിൽ എവിടെയെങ്കിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലും ഒന്നും അങ്ങനെ സ്റ്റേജുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പരിപാടികളിലും പങ്കെടുത്തിട്ടില്ല. പക്ഷെ സിനിമയിൽ വന്നതിന് ശേഷം എനിക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ, കാര്യം ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കലാരൂപമാണ് സിനിമ. ആ സിനിമ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്, അല്ലെങ്കിൽ ഒരു അവസരമാണ് ഇങ്ങനെയുള്ള കലാവേദികളിൽ എത്തുന്നതും ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് പോലുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്റ്റേജിൽ ഇരിക്കാൻ പറ്റുന്നതും ഒക്കെ. അപ്പോൾ അതൊരു വലിയ അംഗീകാരമാണ്. ഈ പുതിയ തലമുറ ക്യാമ്പസ് ആണല്ലോ, അപ്പോൾ എന്താണ് ഒരു സന്ദേശം നൽകാനുള്ള പുതിയ തലമുറയോട്? എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ പേഴ്സണലി ഇതൊരു കലോത്സവം കൂടെ ആയതുകൊണ്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരോടാണ് പറയാനുള്ളത്, നമ്മൾ ഇനി ജീവിതത്തിൽ ഒരുപാട് നമ്മുടെ പ്രൊഫഷൻ വൈസും അല്ലെ ജീവിത തിരക്കുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾ ഏത് കലയാണോ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന, ഏത് തരത്തിലുള്ള കലാകാരനാണോ അത് ജീവിതകാലം മുഴുവൻ കൂടെ കൂട്ടുക. ഇനിയൊരു ജോലി തിരക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ കൈവിട്ട് പോകാതിരിക്കുക. ഇതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, ഇതും ഒരു പ്രൊഫഷനാണെന്ന് തിരിച്ചറിയുക.